ഫിനിക്സ് ഫ്രണ്ട്സ് എന്റർടൈൻമെന്റിനോട് എവർക്കും സ്വാഗതം. IPL T20 ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലുള്ള മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്തയെ 32 റൺസിനാണ് തോൽപ്പിച്ചത്. കാരണം എന്ന് വെച്ചാൽ തുടർച്ചയായ രണ്ടാമത്തെ വിജയം, 5 മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റോടെ പോയിന്റ് ടേബിളിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മേലോട്ട് കയറിയിട്ടുണ്ട്. അതിലെല്ലാം ചുക്കാൻ പിടിക്കാൻ കഴിഞ്ഞ നമ്മുടെ കേരള താരം സഞ്ജു സാംസൺ ആണ്. മികച്ച ബാറ്റിംഗ് ആണ്. അദ്ദേഹം ഫസ്റ്റ് കളിയിൽ എവിടെ നിർത്തിയോ അവിടെ നിന്നാണ് അദ്ദേഹം പിന്നെ തുടങ്ങി. ഇന്നത്തെ കളിയിൽ ഏറ്റവും കൂടുതൽ പ്രകടനശേഷിയും സഞ്ജു ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ തുടർച്ചയായ ആദ്യത്തെ 3 ബോളും 4 അടിച്ചിട്ടാണ് സഞ്ജു തുടങ്ങിയത്. ടോസ് നേടിയ ചെന്നൈ സൂപ്പർ കിങ്സിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് ചെന്നൈ സൂപ്പർ കിങ്സിനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. അവരുടെ ആ തീരുമാനം അമ്പയെ പാളുന്നതാണ് നമ്മൾ കളിയിൽ കാണാൻ തുടങ്ങി. കാരണം സഞ്ജുവിന്റെ തുടക്കം അങ്ങനെയായിരുന്നു. സഞ്ജു അടി എന്നൊക്കെ പറഞ്ഞാൽ അടിയായിരുന്നു. പക്ഷേ മറുതലക്കില് ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിന്റെ മോശം ഫോം ചെന്നൈയിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. കാരണം ഒന്നെങ്കിൽ ഋതുരാജ് അദ്ദേഹം ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്ന് 1 ഡൗണോ 4-മതോ ഒക്കെ ആയിട്ട് മാറുക, അല്ലെങ്കിൽ ബാറ്റിംഗിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്താൻ ശ്രമിക്കുക. അതാണ് ഇനിയുള്ള ചെന്നൈയുടെ മുന്നോട്ടുള്ള പോക്കിൽ ചെന്നൈയിനെ സഹായിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അമ്പെ പണി പാളും. കാരണം ഒരു 200-ന് മേളിൽ റൺസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കളികളിൽ ജയിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ സഞ്ജുവിന്റെ അതിവിരം പ്രകടനം, 32 ബോളിൽ 48 റൺ, അർഹതപ്പെട്ട 50 ആണ് അദ്ദേഹത്തിന് നഷ്ടമായത്. 4 4-ഉം 3 6-ഉമാണ് സഞ്ജു കരസ്ഥമാക്കിയത്. ആയുഷ് മാത്രേ 17 ബോളിൽ 38 റൺസ്, അടി എന്നൊക്കെ പറഞ്ഞ അമ്മാതിരി അടിയായിരുന്നു. സ്ട്രൈക്ക് റേറ്റ് 223 റൺസ് ആണ്. അത് അദ്ദേഹം 6 4-ഉം 2 6-ഉമാണ് കരസ്ഥമാക്കിയത്. ബ്രേവിസ് 29 ബോൾ 41 റണ്ണാണ്, 4 4-ഉം 2 6-ഉം. അതേപോലെ തന്നെ സർഫറാസ് ഖാൻ 18 ബോൾ 23, ശിവൻ ദുബെ 12 ബോളിൽ 13. അദ്ദേഹമൊക്കെ അവസാന നിമിഷം ശരിക്കും പറഞ്ഞാൽ റൺസ് കണ്ടെത്താൻ കഴിയാതെ പോയതാണ് ചെന്നൈയുടെ ഈ 192 റൺസിൽ നിന്നുപോയത്. 200+ ആവുമെന്ന് പറഞ്ഞ് വിചാരിച്ച കളിയാണ്. സഞ്ജുവും ആയുഷ് മാത്രമേ ഔട്ടായതിനു ശേഷം ചെന്നൈക്ക് റൺസ് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ കളിയിൽ 15 ഓവറിന് ശേഷം ചെന്നൈക്ക് പറ്റിയ അതേ അവസ്ഥ തന്നെയായിരുന്നു ഈ കളികളിലും ചെന്നൈക്ക് പറ്റിയത്. അവസാന ഓവറുകളിൽ റൺസ് ഉയർത്താൻ ചെന്നൈക്ക് കഴിയുന്നില്ല. അതൊരു വലിയൊരു പോരായ്മയാണ്. ചെന്നൈ ആ ഒരു ഫിനിഷർ റോളിലോട്ട് ഒരു നല്ലൊരു ബാറ്റ്സ്മാൻ വരേണ്ട ഒരു ആവശ്യമുണ്ട്. അത് എടുത്ത് കാണുന്നുണ്ട്. അപ്പം നമ്മുടെ കൊൽക്കത്തയ്ക്ക് വേണ്ടി ബൗളിംഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് കാർത്തിക് ത്യാഗി 4 ഓവർ 35-ന് 2 വിക്കറ്റ്. അതുപോലെ സുനിൽ നാരായൺ 4 ഓവറിൽ 21-ന് 1 വിക്കറ്റ് ആണെങ്കിലും അദ്ദേഹം ബൗളിംഗിൽ ഭയങ്കര റൺസ് വിട്ടുകൊടുക്കാതെ ഭയങ്കര ബൗളിംഗ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അങ്ങനെ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 192 റൺസാണ് എടുത്തത്. അപ്പോൾ 193 ജയിക്കാൻ വേണ്ട കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ കൊൽക്കത്തയ്ക്ക് തുടക്കത്തിലെ തന്നെ അവരുടെ ഓപ്പണറെ നഷ്ടമാകുന്നു. ഫിൻ അലൻ ശരിക്കും പറഞ്ഞാൽ 1 റൺസ് എടുത്ത് ഔട്ടായി. സുനിൽ നരേൻ 17 ബോൾ 24. സുനിൽ നരേനെ ബാറ്റിങ്ങിലോട്ട് കയറ്റി വിട്ടപ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ ഉദ്ദേശം. പക്ഷേ അത് അമ്പെ പാളി. അജിക് രഹാന 22 ബോൾ 28. ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ വിക്കറ്റുകൾ വീണത് തന്നെയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ തോൽവിക്ക് കാരണം. 19 ബോൾ 27 റൺസ് രഘുവംശി, 12 ബോളിൽ 6 റൺസ് റിങ്കു സിംഗ്. മോശം ഫോം തുടരുകയാണ്. അതുപോലെ കാമറൂൺ ഗ്രീൻ 1 ബോളിൽ 0. റൊമാൻ പവൻ 22 ബോളിൽ 31 റൺസ്. രമൺദീപ് സിംഗ് 23 ബോളിൽ 35 റൺസ്. ശരിക്കും പറഞ്ഞാൽ ബൗളർമാരെയാണ് പറയേണ്ടത്. അവരുടെ മികച്ച പ്രകടനം, ചെന്നൈ ബൗളർമാർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഖലീൽ അഹമ്മദ് 3.5 ഓവർ 24-ന് 1 വിക്കറ്റ്. അതേപോലെ തന്നെ കാംബോജി 4 ഓവർ 32-ന് 1. അഖിൽ ഹുസൈൻ 4 ഓവർ 26-ന് 1. സ്പിന്നറാണ്, നല്ല പ്രകടനമാണ്. അതേപോലെ നൂർ അഹമ്മദ്, അതാണ് നമ്മുടെ തുർപ്പ് ചീട്ട്, 4 ഓവറിൽ 21 റൺസിന് 3 വിക്കറ്റാണ്. മാൻ ഓഫ് ദ മാച്ചും അദ്ദേഹം തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അത്ര മികച്ച പ്രകടനമാണ് നമ്മുടെ ബൗളർമാർ കാഴ്ചവെച്ചത്. അതുകൊണ്ടാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് 32 റൺസിന്റെ ആധികാരിക വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. ഇതുപോലെയുള്ള കളികളിൽ ഇനിയും ബൗളർമാരും ബാറ്റ്സ്മാൻമാരും ഒരേപോലെ നല്ല പ്രകടനം നടത്തിയാൽ മാത്രമേ ടീമിന് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് മുന്നോട്ടുള്ള കളികളിലും ചെന്നൈക്കും നമ്മുടെ സഞ്ജുവിനും എല്ലാവർക്കും നല്ല പ്രകടനം നടത്താൻ കഴിയട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ വരാം.